അല്ലേ, അത് മുഖ്യപ്രതിയെ പിടിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അതിന് കേരള പോലീസിന് ഞാൻ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കലും വളരെ യാദൃശ്ചികമായിട്ട് നടന്നൊരു കാര്യമാണ് എന്ന് ആർക്കും തോന്നുന്നില്ല. ഇത് വളരെ പ്ലാൻഡ് ആയിട്ട് നടന്നൊരു കുറ്റകൃത്യം തന്നെയാണ്. അത് തന്നെയാണ് ഞാനും നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയത്. എന്തായാലും ഇതിൽ കൂടുതൽ അന്വേഷണം നടന്ന എല്ലാ സത്യങ്ങളും പുറത്തു വരും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. ഞങ്ങളും നിങ്ങളെപ്പോലെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. സംസാരിച്ചത് മഞ്ജു വാര്യർ കൃത്യമായി കോടതിക്ക് കൊടുത്ത മൊഴിയുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ പിന്നീട് ദിലീപിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാമൻ പിള്ളയുടെ ക്രോസ് വിസ്താരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചില കോൺട്രഡിക്ഷൻസ് കോടതിക്ക് മനസ്സിലായി എന്ന് കൃത്യമായി ഈ വിധിന്യായത്തിൽ പറയുന്നുണ്ട്. അതിലൊന്ന് ഈ മ്യൂച്വൽ പെറ്റീഷനുമായി ബന്ധപ്പെട്ട് മ്യൂച്വൽ പെറ്റീഷൻ ഡിവോഴ്സ് കേസിൽ മ്യൂച്വൽ പെറ്റീഷനുമായി ബന്ധപ്പെട്ട് താങ്കളാണോ മുൻകൈ എടുത്തത് എന്ന ചോദ്യം കോടതി ചോദിച്ചിരുന്നു മഞ്ജു വാര്യർ. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഓർക്കുന്നില്ല എന്നാണ് മഞ്ജു വാര്യർ പറയുന്നത്. അത് തന്നെ നമുക്കറിയാം എന്തുകൊണ്ടാണ് ഈ ഡൈവോഴ്സിലേക്ക് എത്തിയത് എന്നും കാവ്യമായുള്ള ബന്ധം ചൂണ്ടിക്കാണിച്ചുള്ള ഡിവോഴ്സ് ആയിരുന്നു എന്നും ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അത് കൃത്യമായി അന്നത്തെ ഡിവോഴ്സിൽ പോയിന്റ് ബൈ പോയിന്റ് ആയി വെച്ചുകൊണ്ട് അത് കോടതിയിൽ സമർത്ഥിക്കാനാകുമോ എന്നുള്ള ഒരു ആശങ്ക മഞ്ജു വാര്യർക്ക് ഉണ്ടായിരുന്നു എന്ന സംശയം ഈ വിചാരണ കോടതിക്കും ഉണ്ടായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊന്ന്, ഈ 17/4/2013 മഞ്ജു വാര്യർ ഈ പ്രശ്നങ്ങളെ തുടർന്ന് ദിലീപിന്റെ വീട് വിട്ടിറങ്ങിയിട്ട് താലി ഉപേക്ഷിച്ചാണ് പോകുന്നത്. ദിലീപ് കിട്ടിയ താലി ഉപേക്ഷിച്ച് പോകുന്നു. അവിടെ ദിലീപിന്റെ അമ്മയോട്, അതായത് അമ്മയോട് പറയുന്നത് ദൂരയാത്ര പോകുന്നു എന്ന് പറഞ്ഞ് പോവുകയാണ്. പിന്നീട് പോകുന്നത് ഗീതു മോഹൻദാസിന്റെ മുംബൈയിലുള്ള വസതിയിലേക്കാണ്. അവിടെയാണ് പിന്നീട് ഇവർ വളരെ അധികം നാളും താമസിച്ചത് എന്നും കോടതി ഈ രാമൻപിള്ളയുടെ ക്രോസിംഗിലും മറ്റും വ്യക്തമായിട്ടുണ്ട്. അത് ഇത്തരത്തിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മറ്റൊന്ന്, ഈ ക്രോസിംഗിൽ മനസ്സിലായ മറ്റൊരു കാര്യം, ഈ മെസ്സേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതിയിൽ പറഞ്ഞിരുന്നുവല്ലോ. പക്ഷേ ഈ മെസ്സേജുമായി ബന്ധപ്പെട്ട് ഈ കാവ്യ മാധവൻ ദിലീപിന് അയച്ച മെസ്സേജുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഇത്തരത്തിൽ പോലീസിനോട് അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോട് മഞ്ജു വാര്യർ വ്യക്തമാക്കിയിട്ടില്ല എന്നത് കോടതി എടുത്തു കാണിക്കുന്നുണ്ട്. അതൊരു വൈരുദ്ധ്യമായി ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ പറയുന്നത്. അതുപോലെ മെസ്സേജ് കണ്ടപ്പോൾ തന്നെ ദിലീപിനെയും കാവ്യ മാധവനെയും താൻ വിളിച്ചു എന്ന് കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എങ്കിലും അതും പോലീസ് നൽകിയ മൊഴിയിൽ പറഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാണെന്നുള്ള ചോദ്യമൊക്കെ മഞ്ജുവിനോട് ചോദിച്ചപ്പോൾ അതിനും വളരെ കൃത്യമായ ഒരു മറുപടി കോടതിക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ മഞ്ജുവിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതുപോലെ തന്നെ കാവ്യയുടെ അമ്മയെ ഈ കാര്യങ്ങൾ ധരിപ്പിച്ചു എന്നും കാവ്യയുടെ അമ്മ ഈ ബന്ധം തനിക്ക് അറിയാമെന്ന് പറഞ്ഞുവെന്നും ഈ ബന്ധത്തിൽ കാവ്യയുടെ അമ്മയ്ക്ക് ചില ആശങ്കകൾ ഉണ്ട് എന്നും കോടതിയെ മഞ്ജു വാര്യർ ബോധിപ്പിച്ചിരുന്നു, അത്തരത്തിൽ മൊഴി നൽകിയിരുന്നു. പക്ഷേ ഇക്കാര്യവും ഒട്ടും കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതും കാവ്യ മാധവനും അമ്മയ്ക്ക് ഈ വിഷയം അറിയാം, ദിലീപുമായുള്ള ബന്ധം അറിയാം എന്നുള്ള കാര്യം കോടതിയിൽ പറഞ്ഞു എങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരെ, അന്വേഷണ ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്താൻ മഞ്ജു വാര്യർക്ക് സാധിച്ചില്ല എന്നും കോടതി ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം സംയുക്ത വർമ്മയും ഗീതു മോഹൻദാസിനെയും ചേർത്ത് സംയുക്ത വർമ്മയും ഗീതു മോഹൻദാസിനും ഒപ്പമാണ് ഈ നടിയുടെ വീട്ടിലെത്തിയത് എന്ന കാര്യവും വളരെ കൃത്യമായി തന്നെ കോടതിയിൽ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അതും പോലീസിന് മൊഴിയായി നൽകിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ അതിജീവിതയായ നടി അവരെ കൊണ്ട് മഞ്ജു വാര്യരോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കൃത്യമായി പറഞ്ഞത് ഈ കാവ്യ മാധവന്റെ നടിയുടെ അച്ഛനാണ്, പിതാവിന്റെ നിർബന്ധത്തിലാണ് ഇത് പറയുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതും മൊഴിയായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഈ കോടതിയിൽ പറഞ്ഞ മിക്ക കാര്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്താതെയുള്ള ഒരു അന്വേഷണം, അതാണ് പല വിഷയങ്ങളിലും പ്രോസിക്യൂഷൻ കൃത്യമായി കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിൽ അവർക്ക് ചില പ്രശ്നങ്ങൾ പറ്റി എന്ന് കോടതി വളരെ കൃത്യമായി ഈ നിരീക്ഷണം നടത്തിയത് എന്നുള്ളത് പ്രധാനമാണ്. അതായത് അങ്ങനെ പലതരത്തിലുമുള്ള മൊഴികൾ, ഈ കോടതിയെ അറിയിച്ച മൊഴികൾ അത് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയാൻ വിട്ടുപോകുന്നു, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ചില കോൺട്രഡിക്ഷൻസ് ഈ കേസിന്റെ മൊഴിയെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. അതൊക്കെ മഞ്ജു വാര്യരുടെ മൊഴി അവിശ്വസിക്കാൻ കോടതിക്ക് കാരണമായി എന്നുള്ളത് പ്രധാനമാണ്. അഡ്വക്കേറ്റ് രാമൻ പിള്ളയുടെ ക്രോസ് വിസ്താരത്തിലാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ കോടതിക്ക് ബോധ്യപ്പെട്ടത്. അത് വളരെ കൃത്യമായി തന്നെ ഈ വിധിന്യായത്തിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്. അത് വളരെ കൃത്യമായി തന്നെ വിധിന്യായത്തിൽ നമുക്ക് 1800ഓളം പേജുകളുള്ള ഒരു വിധിന്യായമാണ്. അതിൽ 276 പേജ് മുതൽ മഞ്ജു വാര്യരുടെ മൊഴിയും അതിനെ തുടർന്ന് കോടതിക്കുണ്ടായ സംശയങ്ങളും എന്തുകൊണ്ട് ആ മൊഴി കൃത്യമായും കോടതി കൺസിഡർ ചെയ്തില്ല എന്നുള്ള കാര്യവും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ ദിലീപ് മഞ്ജു വാര്യർ ബന്ധം തകർന്നതിന്റെ മൂല കാരണം ഈ നടിയാണ് എന്നാണല്ലോ പ്രോസിക്യൂഷൻ വളരെ കൃത്യമായി തന്നെ കോടതിയിൽ സമർത്ഥിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അത് അത്തരം ഒരു ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് നടിയോട് ദിലീപിന് വലിയ വിരോധമുണ്ടാകുന്നതും അത് ഇത്തരത്തിലൊരു കൊട്ടേഷനിലേക്ക് എത്തിച്ചു എന്നതും വളരെ കൃത്യമായി സമർത്ഥിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. അത് മൊഴിയായി നൽകേണ്ടത്, അതിൽ വളരെ കൃത്യമായി ഇടപെടേണ്ടത്, അത് മൊഴിയായി നൽകുകയും അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത്, അതിൽ ഏറ്റവും പ്രധാനമുള്ള മൊഴിയായി മാറുന്നത് നമുക്കറിയാം, യാതൊരു സംശയമില്ല, മഞ്ജു വാര്യർ ദിലീപിന്റെ ആദ്യ ഭാര്യയുടെ തന്നെയാണ്. ഇവർ തമ്മിലുള്ള ബന്ധത്തിന് ഉലച്ചിലുണ്ടാക്കിയ തരത്തിലുള്ള സംഭവങ്ങൾ പിന്നീട് മഞ്ജു വാര്യരുടെ ദിലീപിന്റെ രണ്ടാമത്തെ ഭാര്യയായ കാവ്യ മാധവനുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്നു. അത് മഞ്ജുവിന്റെ മൊഴിയിലൂടെ കോടതിയെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷന്റെ ലക്ഷ്യം. പക്ഷേ ഇവിടെ സംഭവിച്ചത് ആദ്യഘട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴികളിലൊന്നും ഈ കോടതിയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് ഈ ബന്ധം വഷളാകത്തക്ക രീതിയിൽ ഉണ്ടായ സംഭവ വികാസങ്ങൾ, അതൊരു ക്രോണോളജി ആയി തന്നെ ഈ മൊഴിയായി വളരെ കൃത്യമായ മൊഴിയിൽ മഞ്ജു വാര്യർ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും അത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ള ചോദ്യം കോടതി ഉന്നയിച്ചത് സ്വാഭാവികമാണ്. നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ, അഭിഭാഷകർ പഠിപ്പിച്ചതുപോലെ രണ്ടാമത് ഇത്തരം കാര്യങ്ങൾ അവസരം കിട്ടിയപ്പോൾ മൊഴിയായി പറയുകയായിരുന്നു എന്നുള്ള സംശയമൊക്കെ കോടതിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ മുന്നോട്ട് വരാതിരുന്ന പല തെളിവുകളും പല കാര്യങ്ങളും വീണ്ടും മഞ്ജു വാര്യർ എടുത്തു പറയുമ്പോൾ അത് അന്വേഷണ സംഘത്തിന് മുന്നിൽ പ്രോസിക്യൂഷൻ തെളിവ് ശേഖരണ സമയത്ത് എന്തുകൊണ്ട് അവിടെ കൃത്യമായി പറഞ്ഞില്ല എന്ന സംശയവും ചോദ്യവും ഉയരുകയും മറ്റുമുണ്ടായി. അത് കൃത്യമായി തന്നെ കോടതിക്ക് ബോധ്യപ്പെടുകയും മഞ്ജു വാര്യരുടെ മൊഴി അവിശ്വസിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്യുകയാണ്. അവിടെ വളരെ കൃത്യമായി തന്നെ കോടതി പറയുന്ന പല കാര്യങ്ങളുണ്ട്. അതായത് രാമൻ പിള്ളയുടെ പ്രതിഭാഗം അഭിഭാഷകന്റെ
ക്രോസ് വിസ്താരത്തിൽ മഞ്ജു വാര്യരുടെ മൊഴികളുമായി ബന്ധപ്പെട്ട് പല കോൺട്രഡിക്ഷൻസും വ്യക്തമാണ്, അതായത് പല വൈരുദ്ധ്യങ്ങളും വ്യക്തമാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഈ കേസിനെ ദുർബലപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി അത് മാറുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തുകൊണ്ടെന്നാൽ ഏറ്റവും പ്രൈമായിട്ടുള്ള അതായത് PW34 പ്രൈം വിറ്റ്നസ് ആണ്. PW34 പ്രോസിക്യൂഷൻ വിറ്റ്നസ് 34 ആണ് മഞ്ജു വാര്യരുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തുക, ആ മൊഴിക്ക് ആധാരമായ തെളിവുകൾ ഹാജരാക്കുക എന്നുള്ളത് പ്രോസിക്യൂഷൻ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അവിടെ നേരത്തെ പറയാത്ത പല കാര്യങ്ങളും മഞ്ജു വാര്യർ കോടതിയിൽ പറയുമ്പോൾ അതിനെ ഖണ്ഡിക്കാനുള്ള എല്ലാ കൃത്യമായ കാര്യങ്ങളും തയ്യാറാക്കി തന്നെയാണ് പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ എത്തുകയും അഡ്വക്കേറ്റ് രാമൻപിള്ളയുടെ ക്രോസ് വിസ്താരത്തിൽ ഈ പറഞ്ഞ മൊഴികളിൽ പലതും തരിപ്പണമായി പോകുന്ന സാഹചര്യവും മറ്റും ഉണ്ടാകുന്നതാണ് ഈ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നത്. അത് കോടതി വിശ്വാസത്തിലെടുക്കേണ്ടി വരികയും മഞ്ജു വാര്യരുടെ മൊഴിയെ അവിശ്വസിക്കേണ്ടി വരികയും ചെയ്യുകയാണ്. നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ നമ്മൾ എന്തൊക്കെ വാദമുഖങ്ങൾ പുറത്തു നിർത്തിയാലും കോടതിക്ക് ബോധ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പം കോടതിക്ക് ഉപോത്ബലമായി പല തെളിവുകളും ഹാജരാക്കേണ്ട പശ്ചാത്തലമൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇത്തരം തെളിവുകൾ ഹാജരാക്കുന്നതിലൂടെയാണ് ഒരു കേസിൽ ഒരു നിഗമനത്തിലേക്ക് കോടതിക്ക് എത്താൻ സാധിക്കുക. പുറത്തു നടക്കുന്ന വാദഗതികൾക്കൊന്നും അത്ര പ്രസക്തി വരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒന്ന്. കോടതിക്ക് മുന്നിൽ വരുന്ന തെളിവുകൾ, അതനുസരിച്ച് കോടതി കണ്ടെത്തുന്ന ചില സത്യങ്ങൾ, കോടതിക്ക് ബോധ്യമാകുന്ന ചില കാര്യങ്ങൾ, അതനുസരിച്ചാകും ഒരു വിധിന്യായം ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ കാവ്യയുടെ അമ്മയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യം അത് കോടതിയിൽ മഞ്ജു വാര്യർ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതൊരു പക്ഷേ വളരെ കൃത്യമായി തന്നെ അന്വേഷണ സംഘത്തിന് നേരത്തെ കൈമാറിയിരുന്നുവെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവായി അത് മാറിയേനെ. മറ്റൊന്ന് ഈ മെസ്സേജുകളുമായി ബന്ധപ്പെട്ട കാര്യം, ഈ മെസ്സേജ് ഉപയോഗിച്ച ഫോൺ പോലും കണ്ടെത്താനായിട്ടില്ല എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ മെസ്സേജുകളുമായി ബന്ധപ്പെട്ട കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറയാൻ മഞ്ജു വാര്യർ തയ്യാറായിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റൊന്ന്, ഈ നടിയുടെ പിതാവ് നിർബന്ധിച്ചിട്ടാണ് നടി മഞ്ജു വാര്യരോട് പല കാര്യങ്ങളും തുറന്നു പറഞ്ഞത് എന്ന കാര്യം, അതും ഈ നടി തുറന്നു പറഞ്ഞു എന്ന കാര്യം, പിതാവിന്റെ നിർബന്ധത്തിന്റെ കാര്യമൊന്നും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അന്വേഷണ റിപ്പോർട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട ഒന്നാണ്. അങ്ങനെ എല്ലാ തരത്തിലും കോടതിയിൽ പറഞ്ഞ മിക്ക കാര്യങ്ങൾക്കും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരോട് പങ്കുവെക്കാതിരിക്കുന്നത് ഈ വിഷയത്തിൽ വലിയൊരു വൈരുദ്ധ്യമായി കോടതി കാണുകയാണ്. അത് പിന്നീട് ജഡ്ജ്മെന്റിലേക്ക് വരുമ്പോൾ കോടതിക്ക് സംശയം ഉളവാക്കുന്ന പല മൊഴികളുടെ പല ഘടകങ്ങളായി മാറുന്നു. സ്വാഭാവികമായും പലതരത്തിലും കേസുകളെ സമീപിക്കുമ്പോൾ ഈ മൊഴികൾ പരിശോധിക്കുമ്പോൾ ഇത്തരം വൈരുദ്ധ്യങ്ങളുള്ള മൊഴികൾ കോടതി തള്ളിക്കളയും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് കൃത്യമായി തന്നെ കോടതിയിൽ പ്രൂവ് ചെയ്യാൻ ദിലീപിന്റെ അഭിഭാഷകന് സാധിച്ചു എന്നുള്ളതാണ് ദിലീപിന് ആശ്വാസകരമായ ഒരു വിധി വന്നത് എന്നതും പ്രധാനമാണ്. നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരുന്നത്, അതുകൊണ്ട് തന്നെ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ പലതായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ആ വാർത്തകൾ പോലും എങ്ങനെ പുറത്തു വന്നു എന്നതടക്കം പോലും സംശയങ്ങൾ ഉയർന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. അന്വേഷണ സംഘത്തിൽ നിന്ന് വിവരങ്ങൾ ചോർന്നതെങ്ങനെ എന്ന സംശയം ഉയർന്നിരുന്നു. അതുപോലെ ചില ശാസ്ത്രീയ പരിശോധനാ വിവരങ്ങൾ ഉൾപ്പെടെയൊക്കെ പുറത്തു വന്നത് എങ്ങനെയുള്ള സംശയങ്ങൾ. അതിനിടെ പല മാധ്യമങ്ങളും പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു. പക്ഷേ എന്താണ് കോടതി മുറിക്കുള്ളിൽ നടന്നത്? എന്തൊക്കെയായിരുന്നു പ്രോസിക്യൂഷന്റെ വാദങ്ങൾ? പ്രോസിക്യൂഷൻ നിരത്തിയ തെളിവുകൾ എന്തൊക്കെയാണ്? അതിനെ പ്രതിഭാഗം അഭിഭാഷകർ എങ്ങനെയാണ് ചലഞ്ച് ചെയ്തത്? അതിൽ തന്നെ 1 മുതൽ 6 വരെയുള്ള പ്രതികളുടെ അഭിഭാഷകരുടെ വാദം എങ്ങനെ പരാജയപ്പെട്ടു? എന്നാൽ 8ാം പ്രതിയായിരുന്ന ദിലീപിന്റെ അഭിഭാഷകരുടെ വാദം എങ്ങനെ വിജയിച്ചു? എങ്ങനെയാണ് ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടത്? ഇത്തരം വിശദാംശങ്ങൾ ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടത് 1700 പേജുള്ള ഒരു വിധി പ്രസ്താവം. അത് ഒരു സാധാരണക്കാരന് എത്രത്തോളം ചിന്തിക്കാൻ പറ്റുമെന്ന സംശയം പോലും എനിക്കുണ്ട്. കാരണം ഇതെല്ലാം എഴുതി തയ്യാറാക്കുകയാണ്. ഈ കേസിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഉണ്ടായിട്ടുള്ള വിവാദ വിഷയങ്ങൾ, അതിൽ തന്നെ മെമ്മറി കാർഡ് ചോർന്നത്, ബാലചന്ദ്രകുമാറിന്റെ ഇടയ്ക്കുള്ള രംഗപ്രവേശനം, ഒപ്പം ദിലീപിന് എതിരായിട്ടുള്ള തെളിവുകൾ, ഒപ്പം വിട്ടുപോയിട്ടുള്ള മേഡം ശ്രീലക്ഷ്മി പോലെയുള്ള പേരുകൾ, ഇങ്ങനെ സമഗ്രമായ ഒരു റിപ്പോർട്ട് തന്നെയാണ് ഈ കോടതി വിധി എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ പാളിച്ചകളുണ്ടോ എന്നത് നിയമവിദഗ്ധർ ആണ് പരിശോധിക്കേണ്ടത്. പാളിച്ചകൾ ഉണ്ടായെങ്കിൽ തീർച്ചയായും അത് അപ്പീൽ കോടതിയിൽ, മേൽക്കോടതിയിൽ അഭിഭാഷകർക്ക് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. അവിടെ തിരുത്തുകളും ഉണ്ടായേക്കാം. പക്ഷേ നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിലെ ദിലീപിനെ ഗൂഢാലോചന കുറ്റത്തിൽ നിന്ന് വെറുതെ വിട്ട കോടതി വിധിന്യായം പുറത്തു വന്നതോടെ തെളിവുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ദിലീപ് കുറ്റവിമുക്തനായി എന്നുള്ള ചോദ്യം സമൂഹത്തിൽ ശക്തമായിട്ട് തന്നെ ഉയരുകയാണ്. ഇവിടെ കോടതി തന്നെ പല കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് അന്വേഷണത്തിലെ ഗുരുതര വീഴ്ചകളും ഫോൺ ഉപയോഗവുമായി ബന്ധപ്പെട്ട ദുരൂഹതകളും, ദിലീപിനെ പൂട്ടണം എന്നുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ആരോപണം, ഒപ്പം പ്രോസിക്യൂഷൻ എവിടെയാണ് തകർന്നത് എന്നൊക്കെ കാര്യങ്ങൾ. അറസ്റ്റിന് ശേഷമുള്ള ഫോൺ ഉപയോഗം, അതായത് കോടതി ഉന്നയിച്ച വലിയൊരു ചോദ്യം, ദിലീപിന്റെ അറസ്റ്റ് നടന്നത് 2017 ജൂലൈ 10 വൈകിട്ട് 6:05 എന്നാൽ കോടതി രേഖകൾ പറയുന്നത് ജൂലൈ 17 രാവിലെ 5:53 വരെ ഈ ഒരു മൊബൈൽ ഫോൺ ഉപയോഗത്തിലുണ്ടായിരുന്നു എന്നതാണ്. 102 ഇൻകമിങ്ങും ഔട്ട് ഗോയിങ് കോളുകളും അറസ്റ്റിന് ശേഷമുള്ള കാലയളവിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദിലീപിന്റെ സഹോദരൻ പറയുന്നത് ജൂലൈ 11 രാവിലെ തന്നെ ഈ ഒരു ഫോൺ കൈമാറിയെന്നാണ്. പക്ഷെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്, അറസ്റ്റിന് ശേഷം ഈ ഫോൺ എങ്ങനെ വീണ്ടും ഉപയോഗിച്ചു എന്നുള്ളതാണ്. ആരാണ് ഇത് ഉപയോഗിച്ചത്, എവിടെയാണ് ഫോൺ സൂക്ഷിച്ചത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾക്ക് പ്രോസിക്യൂഷന് വ്യക്തമായിട്ടുള്ള മറുപടി നൽകാനൊന്നും കഴിഞ്ഞിരുന്നില്ല. അതുമാത്രവുമല്ല, അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയ ഈ ഒരു വിശദീകരണങ്ങളെല്ലാം അടിസ്ഥാനരഹിതവും തൃപ്തികരമല്ല എന്നാണ് കോടതി ഇവിടെ രൂക്ഷമായിട്ട് വിമർശിച്ചത്. അടുത്ത പ്രോസിക്യൂഷന്റെ മറ്റൊരു വാദമായിരുന്നു ദിലീപിനെ പൂട്ടണം എന്ന് പറയുന്ന വാട്സപ്പ് ഗ്രൂപ്പ് ആരോപണം. എന്നാൽ അതും തെളിയാതെ പോയി.
കാരണം ദിലീപ് തന്നെ വ്യാജ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി തനിക്കെതിരെ ശക്തമായിട്ടുള്ള ലോബി പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു പൊതുബോധം സൃഷ്ടിച്ചു. ആ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയതായി പറഞ്ഞ പേരുകളാണ് ചലച്ചിത്രകാരനായിട്ടുള്ള ആഷിഖ് അബു, മാധ്യമ പ്രവർത്തകൻ നികേഷ് കുമാർ, ബൈജു കൊട്ടാരക്കര, ADGP ബി സന്ത്. എന്നാൽ ഈ ഗ്രൂപ്പ് ദിലീപ് ഉണ്ടാക്കിയതാണെന്ന് തെളിയിക്കുന്ന രേഖ എവിടെ എന്നുള്ള ചോദ്യം കോടതി ഇവിടെ ചോദിച്ചു. സ്ക്രീൻഷോട്ട് നൽകിയ വ്യക്തിയെ എന്തുകൊണ്ട് വിസ്തരിച്ചില്ല എന്നുള്ള ചോദ്യവും ഇവിടെ കോടതി ഉന്നയിക്കുന്നുണ്ട്. നടി ആക്രമിച്ച കേസിലെ ഒരു പ്രധാന സാക്ഷിയെ പോലും ഇവർക്ക് ഹാജരാക്കാനായില്ല. ഡിജിറ്റൽ തെളിവുകൾ ഒന്നും ഉറപ്പിക്കാനും സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വാദം കോടതി തള്ളുകയായിരുന്നു. എന്നാൽ മൂന്നാമത്തെ സെക്ഷനായിരുന്നു ഗൂഢാലോചനയുടെ ഒരു കാലതാമസം. ഇവിടെയും പ്രോസിക്യൂഷന്റെ വാദം നിലനിൽക്കുന്നില്ല. പ്രോസിക്യൂഷൻ പറഞ്ഞത് 2013 ഗൂഢാലോചന നടന്നെങ്കിലും സുനി മറ്റൊരു കേസിൽ കുടുങ്ങിയത് കൊണ്ട് തന്നെ ആ ഒരു കുറ്റകൃത്യം 2017 വരെ വൈകി. എന്നാൽ ഇവിടെ കോടതി കണ്ടെത്തിയതോ ആ കാലയളവിൽ സുനി മറ്റ് കേസുകളിൽ കോടതിയിൽ ഹാജരായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് സുനി ഒളിവിലായിരുന്നു എന്നുള്ള വാദവും തെറ്റാണ്. ഗൂഢാലോചനയും കുറ്റകൃത്യവും തമ്മിലുള്ള ഈ ഒരു വലിയ കാലതാമസം തെളിവുകളാൽ പൂരിപ്പിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിരുന്നില്ല. അടുത്തതായിരുന്നു വിധിയുടെ സാരം എന്ന് പറയുന്നത്. അതായത് എന്തുകൊണ്ട് ദിലീപ് കുറ്റവിമുക്തനായി എന്നുള്ളത്. കോടതി വളരെ വ്യക്തമായിട്ട് തന്നെ ഇത് പറഞ്ഞു. സംശയം കൊണ്ടൊന്നും ഒരാളെ കുറ്റക്കാരനാകില്ല, അതിന് തെളിവ് തന്നെ വേണം. ആരോപണം ശക്തമാകണം, പക്ഷെ അതിനേക്കാൾ ശക്തമായിരിക്കണം ആ ഒരു തെളിവ് എന്ന് പറയുന്നത്. പ്രധാന തെളിവുകൾ സ്ഥാപിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. അന്വേഷണത്തിലെ വീഴ്ചകളും കേസിലെ ദുർബലമാക്കി. അതുകൊണ്ടാണ് ഈ ഒരു ഗൂഢാലോചന കുറ്റത്തിൽ ദിലീപ് കുറ്റവിമുക്തനായത്. എന്നാൽ സമൂഹം ഇവിടെ വലിയൊരു ചോദ്യം തന്നെ ചോദിക്കുന്നുണ്ട്. ഒരു പ്രതിയെ വെറുതെ വിട്ടത് അവൻ നിരപരാധിയാണെന്നുള്ള പൂർണ്ണ സാക്ഷ്യമാണോ, അല്ലെങ്കിൽ അന്വേഷണ സംവിധാനം അത് പരാജയപ്പെട്ടതിന്റെ ഒരു തെളിവാണോ? എന്തായാലും ഈ കേസ് നമ്മെ പഠിപ്പിക്കുന്നത് വികാരങ്ങൾ എന്ന് പറയുന്നത് നിയമമല്ല, പൊതുബോധം തെളിവുമല്ല. നീതി പ്രക്രിയ ഈ ഒരു കൃത്യത ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും ദിലീപ് കേസ് ഒരു വ്യക്തിയെ കുറിച്ചുള്ള വിധിയുമല്ല, നമ്മുടെ അന്വേഷണ സംവിധാനത്തിന്റെ വിശ്വാസ്യതയെ കുറിച്ചുള്ള വിധിയാണ്. ഇനിയും ഇത്തരം കേസുകളിൽ തെളിവുകൾ നശിക്കരുത്. അന്വേഷണം സംശയാതീതമായിരിക്കണം. നീതിക്ക് വീഴ്ചയും വരരുത്. എന്തായാലും ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇത് ദിലീപിന്റെ വിജയമാണോ അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ പരാജയമാണോ? കമന്റ് ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി മറ്റൊരു പ്രധാന വാർത്തയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.